الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. اتقوا الله عباد الله. ഭർത്താവിന്റെ വിധിവിലക്കുള്ള ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ശരിയായ വിധം കീഴടങ്ങി മുസ്ലിമായി മുഅ്മിനായി തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് എല്ലാവരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അവനെ ഇഷ്ടപ്പെടുന്ന വിധം ജീവിച്ച് മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അഹ്സാബിലെ 56, 57 ആയത്തുകളാണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ആ ഒരു ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് നല്ല വർത്തമാനങ്ങളെ സംബന്ധിച്ചായിരുന്നു, നല്ല വാക്കുകളെ സംബന്ധിച്ചായിരുന്നു. ഒരാളുടെ ജീവിതത്തിൽ നല്ല വാക്കുകൾക്ക് നല്ല വേരുള്ള മരം പോലെ, വൃക്ഷം പോലെ അതിന് സ്ഥിരപ്രതിഷ്ഠയുണ്ടാകും, പ്രത്യേകമായി സ്വാധീനിക്കപ്പെടും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും. ഇവിടെ പ്രവർത്തനങ്ങൾ നന്നാകാൻ നല്ല വാക്കുകൾ കൊണ്ട് ഉപകരിക്കും,
ആ നല്ല വാക്കുകൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കും. നല്ല വാക്കുകൾ കാരണം അവർക്ക് സ്വർഗ ലോകത്ത് ഹമീം എന്ന് പറയപ്പെടുന്ന സ്തുത്യർഹമായ സ്ഥാനങ്ങൾ ലഭിക്കുവാൻ സാധിക്കും എന്നത് സംബന്ധമായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. നല്ല വാക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണത്? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം നൽകട്ടെ, രക്ഷ നൽകട്ടെ എന്നതാണ് ആ വാക്കിനർത്ഥം. ആ പേര് പറയേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനോട് കൂടെയാണ്. സാധാരണ ഒരു മുഹമ്മദിനെ വിളിക്കുന്നത് പോലെ മുഹമ്മദ് എന്ന് വിളിക്കരുത്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, യാ നബിയല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരായ പ്രവാചകരായ മഹൽ വ്യക്തിത്വത്തെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. എന്റെ പേര് എവിടെയെങ്കിലും വെച്ച് പരാമർശിക്കപ്പെടുകയും എന്നിട്ട് എനിക്ക് എന്റെ പേര് സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾ പിശുക്കനാണ്, ലുബ്ധനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിശുക്കനാണ്, വാക്കുകളിൽ പിശുക്ക് കാണിക്കുന്നവരാണ്, നന്മകളിൽ പിശുക്ക് കാണിക്കുന്നവരാണ്. അഥവാ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ, നല്ലതായ സംസ്കാരങ്ങളിൽ ലുബ്ധ കാണിക്കുന്ന ആളുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേരിൽ സ്വലാത്തില്ലാതിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മളിന്ന് സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നതിന്, തേജോവധം ചെയ്യുന്നതിന്, സമൂഹത്തിൽ അവമനിക്കുന്നതിന് വേണ്ടി വളരെ ഗൂഢവും വളരെ മോശമായതും സമൂഹത്തിൽ തന്നെ അവരുടെ സമൂഹത്തിന്, അവരുടെ വ്യക്തിത്വത്തിന്, അവരുടെ മതത്തിന്, അവരുടെ ആചാരങ്ങൾക്ക് ഒന്നും നിരക്കാത്ത വിധത്തിൽ അത്രയും ഹീനമായ ഹത്യകളാണ്, വളരെ മോശമായ പെരുമാറ്റങ്ങളാണ്, ഉപദ്രവങ്ങളാണ്, പ്രകടനങ്ങളാണ്, കാർട്ടൂണുകളാണ്, സിനിമകളാണ് ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി ലോകത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഏറ്റവും തെറ്റ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ലിഖിതം ചെയ്യപ്പെട്ടു കിടക്കുന്നുണ്ട്. ആർക്കും വായിക്കാം. ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ പറയുന്ന, നിങ്ങൾ അഭിനയിക്കുന്ന, നിങ്ങൾ കാർട്ടൂൺ വരയ്ക്കുന്ന രൂപത്തിലുള്ള ആളായിരുന്ന പ്രവാചകൻ നിന്ന് അവരോട് നമുക്ക് ചോദിക്കാം. അവർക്ക് മുമ്പേ പച്ചയായി തുറന്നു വെച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ആ ചരിത്രം നമുക്ക് അവരെ കേൾപ്പിക്കാം, അവരെ വായിപ്പിക്കാം, അവർക്ക് കൊടുക്കാം. തീർച്ചയായും അതിനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് അള്ളാഹു നമുക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അദ്ദേഹത്തെ കണ്ടു ജീവിച്ച സഹാബത്ത്, അവരെ കണ്ട് ജീവിച്ച താബിഉകൾ, അവരെ കണ്ട് ജീവിച്ച താബിഉകളായിട്ടുള്ള ആളുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്ന് കൃത്യമായി ആ വാക്കുകൾ, ആ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ മൗനാനുവാദങ്ങൾ മുഴുവനായി ഒപ്പിയെടുത്തുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ, പ്രസിദ്ധമായ ബുഖാരി, മുസ്ലിം, തിർമിദി, നസായി, ഇബ്നു മാജ തുടങ്ങി ഒരുപാട് പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നത് അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇനി നമ്മൾ അറിയേണ്ട ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് പുതുമയല്ല, ഇതൊരു പുതുമയല്ല. പ്രവാചകരെ നിങ്ങൾക്ക് നേരെ പരിഹാസത്തിന്റെ, ഉപദ്രവങ്ങളുടെ, നിന്ദയുടെ ഒക്കെ ചുഴമ്പുകളുമായി വരുന്ന ആളുകളുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല. പ്രവാചകരെ, നിങ്ങൾക്ക് തന്നെ ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ചരിത്രത്തിൽ അങ്ങനെയാണ് പ്രവാചകന്മാരുടെ നേരെ സമൂഹത്തിൽ നന്മ ഉപദേശിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച കുറിച്ച ആളുകൾക്ക് നേരെ ആളുകൾ, സമൂഹം ചെയ്തിരുന്നത്, സമൂഹം പറഞ്ഞിരുന്നത്, അവർ നല്ല വാക്കുകളിലൂടെ ആയിരുന്നില്ല അവരെ സ്വീകരിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം.
നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർ പരിഹാസ്യരായിട്ടുണ്ട്, അവരാളുകൾ നിന്നിട്ടുണ്ട്. പക്ഷേ അവരെന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പരിഹസിച്ചിരുന്നത്, ആ വാചകങ്ങളിലൂടെ, ആ ഒരു ആശയത്തിലൂടെ തന്നെ അവരുടെ പര്യവസാനം കുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അവരെന്തൊരു വാക്കുകൾ ഉപയോഗിച്ചാണോ, എന്തൊരു പ്രവർത്തനങ്ങളിലൂടെയാണോ പ്രവാചകനെ പരിഹസിച്ചത്, സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത് പ്രവാചകന്മാരെ, അങ്ങനെ പ്രവാചകന്മാർക്ക് നേരെ അവരങ്ങനെ ചെയ്തത്, അവർ പരിഹാസ്യരായിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിടമറിഞ്ഞു പോയിട്ടുള്ളത് എന്ന് ചരിത്രം നിങ്ങൾ അറിയണം. ലോകത്തെ ഏതൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരൊക്കെ ഇസ്തിഹ്സാഅ് നേരിട്ടിട്ടുണ്ട്. നിന്ദയും അപമാനവും ആ പ്രവാചകന്മാർ നേരിട്ട് കണ്ടാണ് അല്ലാഹുവിന്റെ ഈ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് അവർ ഉറക്കെ പ്രഖ്യാപിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ ഏതൊരു പ്രവാചകൻ ഏതൊരു സമൂഹത്തിലേക്ക് ചെന്നോ അവർ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സാഹിറാണ്, ഇതൊരു ജ്യോത്സ്യനാണ്, ഇത് പ്രത്യേകമായ ചില ആന്തരികമായ കഴിവുകൾ ഉള്ള വ്യക്തിയാണ്, ഔ മജ്നൂൻ അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്നൊക്കെയാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ നബിമാരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകരെ, ഇത് നിങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം. ഇനി നിങ്ങളോടോ നിങ്ങളുടെ ചരിത്രമാകാ പ്രവാചകൻ നോക്കിക്കൊണ്ട് ആളുകൾ പറഞ്ഞു, കാഫറുകൾ പറഞ്ഞു, ഇതൊരു സാഹിറാണ്, ഇതൊരു ജ്യോത്സ്യനാണ്. വളരെ വ്യക്തമായ നിലയ്ക്ക് നിങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന, നമ്മൾ പൗരാണികമായി പാരമ്പര്യമായി നമ്മൾ സ്വീകരിച്ചു വന്ന മതത്തിൽ നിന്ന് നമ്മളെ ഇല്ലാതാക്കി പുതിയ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആകർഷിക്കാൻ കഴിയുന്ന ചില വാചകങ്ങളുമായി വചനങ്ങളുമായി വന്ന ഒരു സാഹിറാണ് എന്ന് പറഞ്ഞു ഖുർആൻ. മറ്റൊരു വ്യത്യസ്ത ഖുർആൻ പറഞ്ഞത് അവരിൽ തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നപ്പോ അവർ അത്ഭുതം കൂറുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ നന്നാക്കാൻ, ഞങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വരികയോ എന്നവർ ചോദിക്കുന്നു. എന്നിട്ട് കാഫിറുകൾ പറയുന്നു, കള്ളനായ സാഹിറാണിവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അഭിസംബോധന ചെയ്യുന്ന സൂറത്ത് സ്വാദിൽ നമുക്ക് കാണാം. അക്രമികളായ ആളുകൾ പറയുന്നു, നമ്മൾ പറഞ്ഞതുപോലെ സിഹർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. ഒറ്റസ്ഥലത്തൊരു ഭ്രാന്തനായ ഒരു കവിയുടെ പിന്നാലെയാണ് നിങ്ങളുള്ളത് എന്ന് അവർക്ക് ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന മോശമായ വാക്കുകൾ പ്രവാചകരെ എങ്ങനെയൊക്കെ നിന്ദിക്കുവാനും സമൂഹത്തിൽ അത് അദ്ദേഹത്തിന്റെ വില കുറച്ച് കാണിക്കുവാനും സാധിക്കുമോ, അങ്ങനെയൊക്കെ ആ ആളുകൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. അത് കുറെ കൂടെ വിശദമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവാചകനെ നമ്മൾ അറിഞ്ഞതാണ്, ആ പ്രവാചകന്റെ ജീവിതചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്, അദ്ദേഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, വിശ്വസിക്കുന്നുണ്ട്, ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ നിങ്ങൾ ശക്തി പകരുകയും അദ്ദേഹത്തെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ പ്രവാചകനെ എന്ന് പ്രവാചകനെ വിശ്വസിക്കുന്നു. അതാണ് ഇസ്ലാം വല സത്യം, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വശഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാധ്യമില്ലെന്ന് പറയണം. അതോടൊപ്പം തന്നെ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം അയാൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാമകൊണ്ട് വെളിവാക്കി വ്യക്തമാക്കി അയാളുടെ ജീവിതത്തിൽ അയാൾ ഉൾപ്പിട്ട് പറയണം. മുസ്ലിമാകുമ്പോൾ പറയണം, മുസ്ലിമായി കഴിഞ്ഞാൽ പറയണം, മുസ്ലിമായി ജീവിതം തുടരുമ്പോഴൊക്കെ അയാളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്.
ജീവിതത്തിന്റെ ഒടുക്കം വരെ ഈ വാക്കങ്ങനെ പറയേണ്ടതാണ്. എന്താണത്? അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, എന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ ഉറക്കെ പറയണം. ഇത് നമ്മളല്ല, നമ്മള് കുറച്ച് ആളുകൾ മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തെക്കുറിച്ച് ജീവിച്ച ആളുകളെയല്ല, അറബികളെയല്ല, അനറബികളെയല്ല, ഏത് ഭാഗത്ത് ജീവിക്കുന്ന പൗരത്വനും പാശ്ചാത്യരും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളേണ്ടവരാണ്. അവർക്ക് വേണ്ടിയാണ് പ്രവാചകൻ. ഒമാർത്തൽനാക്ക ഇല്ലാത്താപ്പത്തല്ലിന്നാസി ബഷീറൻ വനദിറ, ജനങ്ങൾക്ക് മുഴുവനും ബഷീറൻ വനദിറ, മുന്നറിയിപ്പുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ആ പ്രവാചകനെ ഉള്ള നമ്മുടെ സ്നേഹം എത്രയാണ്? ആ പ്രവാചകനോട് നമുക്കുള്ള സ്നേഹം നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയ എല്ലാ കാര്യങ്ങളെക്കാളും അതിനേക്കാളൊക്കെ പ്രവാചകനെ സ്നേഹിക്കുന്നത് വരെ എല്ലാവരും എല്ലാവരെക്കാളും ഏറ്റവും കൂടുതലായി ആ പ്രവാചകനെ സ്നേഹിക്കുവാൻ സാധിക്കുമോ അവർക്ക് മാത്രമേ ഭൂമിയാകാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമാണ് പ്രവാചകനെ സ്നേഹിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഖുർആന്റെ ചോദ്യം. പറയുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ട എങ്കിൽ ഫത്തബിഊനി എന്ന് നിങ്ങൾ പിൻപറ്റുക. അല്ലാഹുവിനോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അത് നിങ്ങൾ എന്താണ് പ്രവാചകൻ കൊണ്ടുപോകുന്നത് സ്വീകരിച്ചോളൂ, എന്താണ് പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞത് മാറിയുന്നോളൂ. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ ഞാനിവിടെ മുന്നോട്ട് പോകുന്നില്ല. നിങ്ങളെ നരകത്തിൽ നിന്നും അകറ്റി നിർത്താവുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളെ മാറ്റി നിർത്താതെ ഞാൻ ഈ ലോകത്ത് നിന്ന് എന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഞാൻ വിട പറഞ്ഞു പോകുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ അള്ളാഹു ആദരിക്കട്ടെ, അവൻ അനുഗ്രഹം ചൊരിയട്ടെ. ചെറിയ മക്കാലത്ത് എന്റെ മക്കാലത്തുകൾ അവൻ കേൾക്കുന്നു, എന്റെ വാക്കുകൾ അവൻ കേൾക്കുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി അതിനെ ജീവിതത്തിൽ പുലർത്തിക്കൊള്ളുന്നു. അതിനെ സൂക്ഷിച്ചു, വ്യത്യസ്തമാക്കി അതിനെ അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേൾക്കുന്നു. ആ വാക്കുകളെ ശ്രദ്ധയോടുകൂടി അവധാനതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുന്നു. എന്താണ് ജീവിതത്തിൽ പുലർത്തേണ്ട ഭാഗങ്ങൾ, ആ ഭാഗങ്ങളെ ജീവിതത്തിൽ പുലർത്തുകയും അതിനെ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുകയും ഹൃദ്യസ്ഥമാക്കേണ്ട വിധമൊക്കെ ഹൃദ്യസ്ഥമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതേപോലെ ആ ആശയം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന, സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന, എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, ആ ആളുകളെ അല്ലാഹു പ്രത്യേകം ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വളരെ മോശമായ വിധത്തിൽ ഈ പ്രവാചകനെ അവമതിക്കാൻ, ഈ പ്രവാചകനെതിരെ അദ്ദേഹത്തെ പരിഹാസ്യനാക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഇതേപോലെ എല്ലാ പ്രവാചകന്മാരും നേരിട്ടിട്ടുണ്ട് ഒരുപാട് പരിഹാസ്യങ്ങൾ, ഒരുപാട് പരിഹാസ്യമായ നിന്ദയുള്ള വാക്കുകൾ, പ്രവർത്തനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടങ്ങളിലൊക്കെ തന്മയത്വം, അതേപോലെ അവധാനത, ക്ഷമയും സഹനവും പാലിച്ചുകൊണ്ട് ബുദ്ധിപൂർവ്വം ഇതിനെ പ്രതികരിക്കേണ്ടത്, ഇതിനെ നേരിടേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കാം. ഇതൊരവസരമായി പ്രവാചകനെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച്, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയുള്ള ആളുകൾക്ക് പഠിപ്പിക്കുവാനുള്ള കൂടുതൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കാം. സൂറത്തിന്റെ അഹ്സാബിലെ 56, 57 ആയത്തുകൾ നോക്കുക. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു പ്രവാചകന് വേണ്ടി
സ്വലാത്തുകളിൽ നിന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം രക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും പ്രവാചകന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയുന്നവരാണ് പ്രവാചകനോട് സ്നേഹം കാണിക്കുന്നവൻ, അല്ലാത്തവൻ പിശുക്കനാണ്, ലുബ്ധനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ഇതിന് തൊട്ടുടനെയുള്ള 57-ാമത്തെ ആയത്തെന്താണെന്നല്ല, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹുവിനെ ഉപദ്രവിക്കുന്ന ആളുകൾ, ആ പ്രവാചകനെ ഉപദ്രവിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ ആർക്ക് ഉപദ്രവിക്കാൻ കഴിയോ? ഇല്ല. പക്ഷേ ആ ദീനിനെ ഉപദ്രവിക്കാൻ വേണ്ടി, ആ ദീനിൽ മോശമായ കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ആളുകളുണ്ട്. ആ പ്രവാചകനെ മോശമാക്കാൻ വേണ്ടി, ആ പ്രവാചകനെ നിന്ദിക്കാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരെ ഈ ലോകത്തും പരലോകത്തും ശപിച്ചിട്ടുണ്ട്, ശപിച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വേദനാജനകമായ ശിക്ഷ അവർക്ക് വേണ്ടി നാളെ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് 57-ാമത്തെ ആയത്തുകൾ നമ്മൾ വായിക്കുന്നതാണ്. മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഉപദ്രവിക്കുന്ന ആളുകൾ, അവർ പറയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച്, അവർ ചെയ്യാത്ത കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരും ഇതേപോലെയുള്ള ഭയാനകമായ ഭവിഷ്യത്തുകളെ ഇഹലോകത്തും പരലോകത്തും വെച്ച് ഏൽക്കേണ്ടി വരും. നിങ്ങൾക്ക് പരിഹാസ്യത്തിന്, അപമാനത്തിന് ആ സമൂഹം ഇരയാകേണ്ടി വരും എന്നതിലേക്കുള്ള സൂചനകളാണ് അടുത്ത ആഴ്ചകളിൽ കാണുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 56, 57, 58 വചനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ സൂറത്തുൽ ഹിജ്റിലെ 94, 95 വചനങ്ങൾ. ഫസ്ദബിമാതുമർ, പ്രവാചകരെ താങ്കളോട് എന്താണ് കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ഉറക്കെ പ്രഖ്യാപിക്കുക. മുശ്രിക്കീങ്ങളിൽ നിന്നും മുസ്ലിം വിശ്വാസികളിൽ നിന്നും മാറി നിൽക്കുക. നിർമ്മിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ മതി, അപമാനിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ മതി, അത് നമുക്ക് വിട്ടു വന്നേക്കൂ. അത് നിങ്ങൾ വാഴപ്പഴിയും കുന്തവുമായി സമൂഹത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട കാര്യമല്ല. ഇത് മതത്തിന്റെ രീതിയല്ല. ഇത് മുസ്ലിം സമുദായത്തോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. എന്താണ് സത്യമെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ അമ്മാവന്മാരോ ഇതാണ് ഒരു സമൂഹത്തോട്, മുസ്ലിം സമൂഹത്തോട്, ഇസ്ലാമിക സമൂഹത്തോട് അള്ളാഹുവിന്റെ കൽപ്പന. ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മള് തഫ്സീറുകൾ പരിശോധിച്ച് നോക്കിയാൽ ചില ആളുകളെ അവരുടെ ചരിത്രവും ചില ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? വലീദ് മുഗീറ, ആസിബിന് മാലിക്, അസ്വദ് അബിയബു, അസ്വദ് അബ്ദുൽ മുത്തലിബ്, ഹംലബിന് സലാത്തിബ എന്നിങ്ങനെയുള്ള കുറെ പ്രമുഖരായ ആളുകൾ, ഇവരൊക്കെ പ്രവാചകന്റെ പിന്നാലെ എപ്പോഴും അദ്ദേഹത്തെ നിന്ദിക്കുന്നതിന്, പരിഹസിക്കുന്നതിന്, വിശ്വാസികളെ നിന്ദിക്കുന്നതിന്, പരിഹസിക്കുന്നതിനൊക്കെ പിന്നാലെ നടക്കാറുള്ള കഥയിലും അങ്ങാടിയിലും ആളുകൾ കൂടുന്നതിനും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ കവിയാണ്, ഭ്രാന്തനാണ്, സാഹിറാണ്, ഭാരണക്കാരാണ്, അദ്ദേഹത്തിന് ഫിഗർ വായിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഒരിക്കലും കൂടാൻ ഒരു പ്രവാചകൻ ഫിഗർ വായിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ നടക്കാറുണ്ടായിരുന്ന സമൂഹമായിരുന്നു എന്ന് പഠിപ്പിക്കാം. എന്നിട്ട് അവരുടെയൊക്കെ പതനം ഈ തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. എങ്ങനെയാണ് അവരുടെ അവസാനമുണ്ടായതിനെ സംബന്ധിച്ച് പറഞ്ഞത് ആ തഫ്സീറുകളിൽ നമുക്ക് കാണാം. ഈ ചില ആൾക്കാർക്ക് വളരെ നിസ്സാരമാണ്, എന്നാൽ അവരുടെ ജീവിതത്തെ അതേത്തെ നശിപ്പിക്കാൻ അത് കാരണമായി തോന്നിയിട്ടുണ്ട്. മൂക്കിലൂടെ സ്ഥലം വരിക, അതേപോലെ മലൻ ഛർദ്ദിക്കുക, കണ്ണിൽ കരട് ഒടുങ്ങിയിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുക, പിന്നെ വളരെ നിസ്സാരമായിട്ട് ആരെയും മുള്ളിൽ തട്ടുക, അതിന് അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചിട്ട് അവസാനം ആ സമൂഹത്തിൽ അവർ ഏറ്റവും മോശക്കാരായ വിധത്തിൽ വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് എന്നാൽ നിന്ദയായി ആണ് അവരുടെ അവസാനമൊക്കെ കുറിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. ഇങ്ങനെ എനിക്ക് അസുഖം വരച്ചൊരു മനുഷ്യന്റെ ഭൗതിക ശരീരം കത്തിക്കരിഞ്ഞ് വളരെ പരിഹാസ്യമായ നിലക്ക് കാണപ്പെടുന്ന ചില ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ കാലത്തൊക്കെ ഇങ്ങനെ ചെയ്ത ചില ആളുകളുടെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമാണ്.
ഇന്ന കഫയിങ്ങാക്ക പ്രവാചകരെ താങ്കളെ സംരക്ഷിക്കുക എന്നത് താങ്കളുടെ ഈ ദൗത്യം അത് സമൂഹത്തിൽ നിർവഹിക്കപ്പെടാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ നൽകുക എന്നത് നമ്മൾ ഉത്തരവാദിത്വമായി നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക, ആ പ്രവാചകന്റെ ശരീരം ജീവിതത്തിൽ കൊടുത്തിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. والصلاة والسلام على رسوله محمد المصطفى وعلى آله وصحبه ذوي الفضل والوفاء. أما بعد أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കാമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു വിഭാഗം ആളുകൾ അവർ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സഹാബത്താണ്, അവർ വന്ന് പറഞ്ഞു, പ്രവാചകരെ ഈ ദൗസ് ഗോത്രക്കാരുണ്ടല്ലോ, അവര് വല്ലാതെ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളുടെ കുട്ടികളോടും സ്ത്രീകളോടുമൊക്കെ വളരെ മോശമായി വർത്തിക്കുകയും താങ്കളെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ഇന്ന ദൗസൻ അള്ളാഹു അവർക്കെതിരെ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. ഫഖീല വേറെ വാക്കിൽ പറഞ്ഞ ഹരക്കത്ത് ദൗസരാകെ നശിച്ചിരിക്കുന്ന വല്ലാത്ത സമുദായമാണ് എന്ന ഒരു വിശേഷണത്തിൽ അവരെ സൂചിപ്പിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രാർത്ഥിച്ചതറിയോ? അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, അല്ലാഹുവേ ദൗസിന് ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാണ്ടായിരുന്നു. വേറെ സമയത്ത് ഖത്തീഫ് ഗോത്രക്കാർക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോ അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഹ്ദി ഖത്തീഫ് ഗോത്രത്തിന് ഹിദായത്ത് നൽകണേ എന്ന് പഠിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ വിശദീകരിച്ചു, ഇന്നി ലം മുബഅത്ത് ലആനൻ വഇന്നമാ ബുഇസ്തു റഹ്മത്തൻ. കഴിഞ്ഞാഴ്ച നമ്മൾ പറഞ്ഞില്ലേ, ലഅനത്ത് പറയാ, ശപിക്കാം. ഇങ്ങനെ ശപിക്കുന്നവനായി ലഅനായിട്ടല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആളുകളെ ശപിക്കലല്ല എന്റെ ഡ്യൂട്ടി. വൈന്നമാ ബുഇസ്തു റഹ്മത്തൻ, കാരുണ്യമായിക്കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില തെയ്യത്തിന്, ചില യാത്രാ സംഘങ്ങളെ, ചില യുദ്ധസംഘങ്ങളെ ഒക്കെ നിയോഗിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ കാണാം, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ അഭിനവായോ, നിങ്ങൾ യുദ്ധത്തിന്റെ ആവേശത്തിന്റെ പേരിൽ ഷഹാദത്ത് കഴിഞ്ഞ തെല്ലി ആളുകളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ടാവും. ലാസ്റ്റ് കഴിവുകൾക്ക് അവരെ പിടിച്ച് നിങ്ങൾ വെട്ടിയേക്കരുത്. അവസാനത്തെ ടൈമിലാണ് സാധിക്കുന്ന ചോദിച്ചുകൊണ്ട് ഒരാളെ കുട്ടിയെ കുറിച്ച് എത്ര ഉണ്ടായിരുന്നു എന്നിട്ട് ആളുകൾ റസൂലുള്ളാഹിയോട് ചോദിച്ചത്, നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയിട്ട് എന്തായിരുന്നോ? അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ എത്തിയിട്ടില്ല എന്ന്. അവസാന നിമിഷത്തിൽ നിന്റെ വെട്ടിനെ പേടിച്ചുകൊണ്ടാണ് അവൻ നീ യാത്ര കഴിഞ്ഞ പറഞ്ഞത്. എന്തൊക്കെ പറയാൻ മാത്രം, നിനക്ക് അങ്ങനെ പറയാൻ മാത്രം എന്ത് ധൈര്യമാണ്, എന്ത് തെളിവാണ് നിന്റെ അടുക്കലുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ചുരുക്കത്തിൽ ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുക്കുന്ന നിർദ്ദേശം. നമ്മളില്ല ആനല്ല, ചലിക്കുന്നവരല്ല. നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി സമാധാനത്തോടുകൂടി ശാന്തമായി അങ്ങനെ നമ്മൾ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആവശ്യത്തിൽ എന്നിങ്ങനെയുള്ള വാക്കുകളാണ്, പ്രവർത്തനങ്ങളാണ് ഒക്കെ സ്വീകരിക്കേണ്ടത്. അല്ലാത്ത ചില വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ആളുകൾ ആരായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ, വിശ്വാസികൾക്കെതിരെ, ആർക്കെതിരെ ഉപയോഗിക്കുന്ന ആളുകളായിരുന്നാലും അവർക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകൾ കാലക്രമേണ കാണാൻ കഴിയും. അവരുടെ അന്ത്യം അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നതിലേക്കുള്ള സൂചനകളാണ് നമ്മളിവിടെ കണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തന്ന് അവന്റെ സ്വർഗത്തിന്റെ അധികാരമാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഹാരിസ് അൻവറിന്റെ അനുജൻ ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട്. എന്നും ഇവിടെ ഇല്ല. അദ്ദേഹം ആ അനുജന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാകിൽ തന്നെ താമസിക്കുന്ന നമ്മുടെ ഒരു സമീർ എന്നാണ് പേര്. അദ്ദേഹം പെട്ടെന്ന് ഈ ഇവിടെ മഞ്ഞാന് ആക്സിഡന്റായി മരണപ്പെടുകയും ചെയ്തു. കണ്ണൂർ സ്വദേശിയാണ്. അതേപോലെ നമ്മുടെ ഹംസ ഒരു അങ്കിൾ, അദ്ദേഹത്തിന്റെ അമ്മാവൻ മരണപ്പെട്ട ഒരു വിവരം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും, അങ്ങനെ കുറെ ആളുകൾ നമ്മളോട് അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ
പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരുടെയൊക്കെയാണ് പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്നറിയില്ല. ഒരു നല്ല സദസ്സ്, നല്ല സമയം, നല്ല സന്ദർഭം, നല്ല മനസ്സ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും അവന്റെ അടുത്ത് നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ഈ സഹോദരങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകി അവന്റെ ജന്നാത്തിൽ പ്രതിരോധത്തിൽ അവർ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ ബന്ധുക്കൾക്ക് അള്ളാഹു സമാധാനവും ശാന്തതയും സ്വസ്ഥതയും നൽകി എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവരെയും നമ്മെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قابل الحاجات سيد تراهم في جنة مباركة. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. يا رب العالمين.